പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്തെത്തുമ്പോൾ കേരളം ഇതാ ഒന്നടങ്കം പ്രധാനമന്ത്രിയോട് ചോദിക്കുകയാണ്, എന്തിനാണ് കേരളത്തോട് ഈ അവഗണന എന്ന്. ആ ഹാഷ്ടാഗ് ക്യാമ്പയിൻ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിംഗ് ആയി നിൽക്കുന്ന ഒരു സമയത്താണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അതായത് കേവലം BJP വേദിക്കപ്പുറത്തേക്ക് കേരളത്തിന്റെ പൊതുമണ്ഡലം കേന്ദ്ര സർക്കാർ നമ്മളോട് കാണിക്കുന്ന അവഗണനയെ വലിയ തോതിൽ തിരിച്ചറിയുകയും അത് ചോദ്യം ചെയ്യുകയും ചെയ്യുന്ന ഒരു സന്ദർഭമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പോ ഓരോ ഹെഡ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും കേരളത്തോടുള്ള അവഗണനയുടെ ചിത്രം വളരെ വ്യക്തമാണ്. ചൂരൽമല മുണ്ടക്കൈയുമായി ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ നമുക്ക് കൃത്യമായ അനുഭവമുള്ളതാണ്. ജൂലൈ മാസം 30-ാം തീയതിയാണ് പ്രകൃതി ദുരന്തമുണ്ടായത്. ഓഗസ്റ്റ് 10-ന് തന്നെ പ്രധാനമന്ത്രി കേരളത്തിലെത്തി ദുരന്തബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ചു. കുട്ടിയെല്ലാം എടുത്ത് ഉമ്മ വെച്ച് റീല് നിർമ്മിച്ച് പറഞ്ഞത് പണത്തിന്റെ കുറവ് കൊണ്ട് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും കേരളത്തിന് ഉണ്ടാവില്ല, ചൂരൽമല മുണ്ടക്കൈ വയനാടിന്റെ പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്നതാണ്. അതിനുശേഷം നമ്മൾ ആവശ്യപ്പെട്ട തുക 2000 കോടി രൂപയിലധികമാണ്. അത് കൃത്യമായിട്ട് പോസ്റ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായിട്ടുള്ള കണക്കുകൾ പരിശോധിച്ചുകൊണ്ടാണ് ഒരു തുക ആവശ്യപ്പെട്ടത്. ആ തുക അത്തരത്തിലൊരു കണക്ക് പെൻഡിങ് നിൽക്കുമ്പോഴാണ് കടമെടുത്തുള്ളൂ, ലോണായിട്ട് തരാം, കടമായിട്ട് തരാം, 50 വർഷങ്ങൾക്ക് ശേഷം തിരിച്ചടയ്ക്കണം എന്നെല്ലാം പറഞ്ഞുള്ള കണ്ടീഷൻ വെച്ചത്. എന്നാൽ ലോണും സഹായവും രണ്ടും രണ്ടാണ് എന്ന് ഹൈക്കോടതി അടക്കം നിശ്ചിതമായിട്ടുള്ള വിമർശനം ഉന്നയിച്ചപ്പോഴാണ് ഒരു 243 കോടി രൂപയോളം തരാൻ തയ്യാറായത്. അതിൽ തന്നെ വളരെ ചെറിയ ശതമാനം മാത്രമേ ഇപ്പോൾ തന്നിട്ടുള്ളൂ. ഇവിടെ ഉരുൾപൊട്ടലുണ്ടായി ദിവസങ്ങൾക്കുള്ളിൽ ത്രിപുരയിൽ വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ ആ ത്രിപുരയ്ക്ക് കൊടുത്തു കോടിക്കണക്കിന് രൂപ അന്ന് ഒറ്റ ദിവസം രാത്രി കൊണ്ട്. അതുപോലെ തന്നെ മഹാരാഷ്ട്ര, ആന്ധ്ര, തെലങ്കാന, പഞ്ചാബ് എന്നീ സംസ്ഥാനങ്ങൾക്ക് കൊടുത്ത കണക്കും നമ്മുടെ മുന്നിലുണ്ട്. തൊട്ടടുത്ത് ശ്രീലങ്കയ്ക്ക് വരെ കൊടുത്തു. അതെ, ശ്രീലങ്കയ്ക്ക് കൊടുത്തു. തമിഴ്നാട്ടിൽ ചുഴലിക്കാറ്റുണ്ടായപ്പോൾ അവിടെയും കൊടുത്തു 3500 കോടി രൂപ. ഈ കേരളത്തോട് മാത്രം വളരെ മോശമായിട്ടുള്ള സമീപനമാണ് സ്വീകരിച്ചത്. കാരണം പ്രകൃതി ദുരന്തമുണ്ടായി ആ ദുരന്തത്തെ അതിജീവിക്കാൻ വേണ്ടി ഒരു നാട് ഒറ്റക്കെട്ടായിട്ട് പൊരുതുമ്പോഴാണ് പ്രധാനമന്ത്രി വന്ന് വലിയ വാഗ്ദാനങ്ങളെല്ലാം കൊടുത്ത് തിരിച്ചുപോയത്. ഈ ദുരന്തമെല്ലാം അദ്ദേഹം നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടിട്ടുള്ളതാണ്. കാരണം കേന്ദ്ര ദുരന്ത നിവാരണ സേനയടക്കം കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹം കേരളത്തിലെത്തി ആ യോഗമെല്ലാം വിളിച്ചു പോയത്. അതുപോലെ പല കേന്ദ്രാവിഷ്കൃത പദ്ധതികളുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അതുപോലെ SSA ഫണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട്, നെല്ല് സംരക്ഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ആരോഗ്യ മേഖലയിലെ പല പദ്ധതികളിൽ കേന്ദ്രത്തിൻ്റെതായിട്ടുള്ള വിഹിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, പ്രത്യേകിച്ച് സാമൂഹ്യക്ഷേമ പെൻഷനിൽ കൊടുക്കുന്ന വളരെ തുച്ഛമായിട്ടുള്ള കേന്ദ്ര വിഹിതം വരെ വെട്ടി കുറയ്ക്കുകയും നിഷേധിക്കുകയും പരമാവധി വൈകിപ്പിക്കുകയും എല്ലാം ചെയ്ത നമ്മൾ നേരിട്ട് അനുഭവിച്ചറിയുകയാണ്. ഇപ്പോ വലിയ പ്രഖ്യാപനം വരുന്നു എന്ന രൂപത്തിൽ സംഘപരിവാർ പ്രൊഫൈലുകൾ പ്രചരിപ്പിക്കുന്നത് അർത്ഥ അതിവേഗപാത അല്ലെങ്കിൽ അതിവേഗപാതയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. നമുക്കറിയാം, കേരളയിലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രപ്പോസൽ റെയിൽവേ മന്ത്രാലയത്തിന് കൊടുത്തിട്ട് എത്ര വർഷങ്ങളായി. ഏതെങ്കിലും തരത്തിൽ ആ പ്രപ്പോസലിൽ ചെറിയ മാറ്റം വേണമെങ്കിൽ ആ മാറ്റം നിർദ്ദേശിക്കാം. മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം അതിവേഗപാതയാകാം, അർത്ഥ അതിവേഗപാതയാകാം. പക്ഷെ കേരളത്തിൽ LDF ഭരണത്തിലിരിക്കുമ്പോൾ ഞങ്ങളത് അനുവദിക്കില്ല എന്ന തരത്തിലുള്ള വളരെ തെറ്റായിട്ടുള്ള ഫെഡറലിസത്തെ തകർക്കുന്ന തരത്തിലുള്ള ഒരു നിലപാട് കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കുകയാണ്. അപ്പൊ ഏത് വികസന പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടായാലും മറ്റ് സംസ്ഥാനങ്ങളെ പുറകിലാക്കി നമ്മൾ നടത്തിയ വികസന പ്രവർത്തനങ്ങളുടെ ഒരു മുന്നേറ്റമുണ്ട്. അപ്പൊ വിഴിഞ്ഞം തന്നെ 2045-ലാണ് പണി പൂർത്തീകരിക്കുമെന്ന് കണക്ക് കൂട്ടിയത്. എന്നാൽ 2045-ൽ പൂർത്തീകരിക്കുമെന്ന് പറഞ്ഞ പദ്ധതി 2028-ൽ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടുള്ള 2ാം ഘട്ട പദ്ധതിക്ക് തുടക്കം കുറിക്കുക. ഇപ്പൊ മദർഷിപ്പ് വരുന്ന ലോകത്തിലെ ഏറ്റവും വലിയ തുറമുഖങ്ങളിൽ 3 എടുത്താൽ അതിലൊന്ന് നമ്മുടെ വിഴിഞ്ഞം തുറമുഖമാണ്. അതുപോലെ അവിടെ വന്ന കണ്ടെയ്നർ ഷിപ്പുകളുടെയൊക്കെ എണ്ണം എടുത്ത് പരിശോധിച്ചാൽ എത്ര വലിയ മുന്നേറ്റമാണ് ഉണ്ടായിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ പ്രദേശത്ത് കഴക്കൂട്ടം കഴിഞ്ഞ് തിരുവനന്തപുരത്ത് വിഴിഞ്ഞത്തേക്ക് പോകുന്ന ആ മേഖലകളിൽ വന്ന വികസന പ്രവർത്തനങ്ങൾ ഒരു ക്യാമറയിൽ പകർത്താൻ, ആകാശ ക്യാമറയിൽ പകർത്താൻ ശ്രമിച്ചാൽ ഇത് നമ്മുടെ നാടാണോ എന്ന് തോന്നുന്ന തരത്തിലേക്ക് വരും. ഇപ്പൊ തിരുവനന്തപുരത്തെ മെട്രോ, അതുപോലെ തന്നെ കൊച്ചിയിലെ മെട്രോ ഏറ്റവും മികച്ച പരിപാലനത്തിനുള്ള അവാർഡ് കിട്ടുന്നു. ഇപ്പൊ ഇൻഫോ പാർക്കിലേക്കുള്ള മെട്രോയുടെ പണി വളരെ വേഗതയിൽ പോകുന്നു. അതുപോലെ തന്നെ ജലമെട്രോ, ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും ഇല്ലല്ലോ ജലമെട്രോ. 6 മാസം കൊണ്ട് യാത്ര ചെയ്ത ജനങ്ങളുടെ എണ്ണം 10 ലക്ഷമാണ്. 10 മാസം കൊണ്ട് അത് 20 ലക്ഷമായി. ഇത്രയധികം ആളുകൾ പ്രയോജനപ്പെടുത്തുന്ന ഒരു റൂട്ടായിട്ട് ജലമെട്രോ മാറി. അങ്ങനെ സമാനതകളില്ലാത്ത വികസന മുന്നേറ്റവുമായിട്ട് ഈ കേരളം കുതിക്കുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പിന്തുണ, ഒരു അസിസ്റ്റൻസ് വരണ്ടേ? അരുൺകുമാർ, താങ്കൾ പറഞ്ഞതുപോലെ ഇപ്പോൾ നാളെ വിഴിഞ്ഞത്തിന് 2ാം ഘട്ടം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അത് ഉദ്ഘാടനം ചെയ്യുന്ന സമയത്ത് BGF എന്ന് പറയുന്ന സംവിധാനമുണ്ടല്ലോ, വയബിലിറ്റി ഗ്യാപ് ഫണ്ട്, മറ്റുള്ള എല്ലായിടത്തും അത് ഗ്രാന്റ് ആയി കൊടുത്തപ്പോൾ നമുക്കത് വായ്പയായിട്ടാണ് അനുവദിച്ചിരിക്കുന്നത്. അതെ, അത് നമ്മൾ തിരിച്ചടയ്ക്കണം. വയബിലിറ്റി ഗ്യാപ് ഫണ്ട് എന്ന് പറഞ്ഞാൽ വൻകിട വികസന പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ കേന്ദ്രത്തിന്റെ ഒരു അസിസ്റ്റൻസ് ആണ്, സഹായമാണ്. ആ സഹായം ഒരിക്കലും തിരിച്ചടയ്ക്കണം, അത് വായ്പയാക്കും എന്ന് പറയുന്ന സാഹചര്യം അത് തന്നെയാണ് ചൂരൽമല മുണ്ടക്കൈയുടെ കാര്യത്തിലും. ഞങ്ങൾ ഇത്ര കോടി തരാം, അത് വായ്പയാണ് എന്ന്
നമുക്കറിയാം മരണപ്പെട്ട എല്ലാം നഷ്ടപ്പെട്ടവരുടെ കടം എഴുതി തള്ളുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ടിലെ സെക്ഷൻ 12 പ്രകാരം ആ കടം എഴുതി തള്ളും. ഇവിടെ കേരള ബാങ്ക് ഒഴിച്ച് വേറൊരു ബാങ്കും കടം എഴുതി തള്ളാൻ തയ്യാറായില്ല. ആ സമയത്ത് ഹൈക്കോടതി ചോദിച്ചു എന്തുകൊണ്ട് കേന്ദ്രം ഇതിൽ ഇടപെടുന്നില്ല. ആ സമയത്ത് ഏതെങ്കിലും തരത്തിൽ കേന്ദ്രം ഇടപെടുകയല്ല ചെയ്തത്. അവർ ഇടപെട്ടത് ആ സെക്ഷൻ തന്നെ ഇല്ലായ്മ ചെയ്യുന്ന തരത്തിലേക്ക് അമെൻഡ്മെന്റ് വരുത്തുകയാണ് ചെയ്തത്. അതെ, 13-ാം വകുപ്പെടുത്ത് കളയുന്നതാണ് നമ്മൾ കണ്ടത്. അപ്പൊ അത്തരത്തിൽ കേരളത്തോട് മാത്രം സ്വീകരിക്കുന്ന ഇത്തരത്തിലുള്ള നയസമീപനം കാണുമ്പോൾ എന്താ കേരളം ഇന്ത്യയിലല്ലേ എന്നൊരു ചോദ്യം മലയാളി ചോദിക്കുകയാണ്. അപ്പൊ പ്രധാനമന്ത്രി കേരളത്തിൽ വരുമ്പോൾ വീണ്ടും വീണ്ടും ആ ചോദ്യം ആവർത്തിക്കുകയാണ്. കാരണം നഗ്നമായിട്ടുള്ള ലംഘനം നമ്മൾ കാണുകയാണ്. ഏതെങ്കിലും തരത്തിൽ കേരളത്തിൽ നിന്ന് പിരിച്ചുകൊണ്ടുപോകുന്ന നികുതി വിഹിതത്തിന്റെ ശതമാനം നോക്കിയാൽ 100 രൂപ പിരിച്ചുകൊണ്ടുപോയ 26 രൂപ മാത്രമാണ് കേരളത്തിന് തരുന്നത്. മറ്റ് സംസ്ഥാനങ്ങളിൽ 75 മുതൽ 15 രൂപയുടെ കൂടുതൽ വെച്ച് 115 രൂപ വരെ തിരിച്ചു കൊടുക്കുന്ന സംസ്ഥാനങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ട് എല്ലാ മേഖലകളിലും സമാനതകളില്ലാത്ത മുന്നേറ്റവുമായിട്ട് കേരളം കുതിക്കുമ്പോൾ കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്നും ഇത്രയും വലിയ അവഗണന വരുമ്പോൾ ഒറ്റ കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഇപ്പൊ കിഫ്ബിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് 93,500 കോടി രൂപയുടെ വികസന പ്രവർത്തനമാണ് കിഫ്ബി കഴിഞ്ഞ 10 വർഷമായിട്ട് നടത്തിയത്. ഈ കിഫ്ബിക്ക് പലതരത്തിൽ നിബന്ധനകൾ ഏർപ്പെടുത്തി കേരളത്തിന്റെ കടമെടുപ്പ് തോതിലേക്ക് പെടുത്തുമ്പോൾ ഇതേ രൂപത്തിൽ തന്നെ പ്രവർത്തിക്കുന്ന ദേശീയപാത അതോറിറ്റി ഉണ്ട്. ദേശീയപാത അതോറിറ്റിയുടെ കാര്യത്തിൽ ഒരു തരത്തിലുള്ള നിയന്ത്രണവും കേന്ദ്ര ഗവൺമെന്റ് വയ്ക്കുന്നില്ല. നമ്മൾ ചോദിച്ചു, കിഫ്ബിയും ദേശീയപാത അതോറിറ്റിയും പ്രവർത്തിക്കുന്നത് ഏകദേശം ഒരേ രൂപത്തിൽ തന്നെയല്ലേ, ഞങ്ങൾക്കുണ്ടാക്കുന്ന നിബന്ധന എന്തുകൊണ്ട് ദേശീയപാത അതോറിറ്റിക്ക് ഇല്ല എന്ന ചോദ്യം നമ്മൾ ചോദിച്ചു. പക്ഷെ അതിന് മറുപടിയില്ല. അപ്പൊ കേരളത്തെ തകർക്കുക, പെൻഷൻ കമ്പനികളുടെ കടമെടുപ്പിനെ തകർക്കുക, അതിന്റെ പ്രവർത്തനത്തെ തകർക്കുക, ഒരു തരത്തിലും ഇവിടെ പശ്ചാത്തല വികസനം ഉണ്ടാകാൻ പാടില്ല. അതുപോലെ സാമൂഹ്യക്ഷേമ പദ്ധതികളിൽ ഊന്നൽ കൊടുത്തുകൊണ്ട് പോകുന്ന ഇടപെടൽ കേരള ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടില്ല. വൻകിട വികസന പ്രവർത്തനങ്ങൾ കേരളത്തിൽ LDF ഗവൺമെന്റിന്റെ കാലത്ത് പൂർത്തീകരിക്കാൻ പാടില്ല എന്ന തരത്തിൽ വളരെ പ്ലാൻ ചെയ്തുകൊണ്ടുള്ള ഒരു ഇടപെടൽ, അജണ്ട വെച്ചുകൊണ്ടുള്ള ഇടപെടൽ നടക്കുകയാണ്. അതുകൊണ്ട് ജനങ്ങൾ പ്രതിഷേധിക്കും. കൃത്യമായി നരേന്ദ്രമോദിയോട് ചോദ്യങ്ങൾ ചോദിക്കും. ആ ചോദ്യങ്ങൾ കൃത്യമായിട്ടുള്ള തെളിവ് വെച്ചുകൊണ്ടാണ് ചോദിക്കുന്നത്. മറ്റ് സംസ്ഥാനങ്ങളിൽ ഇങ്ങനെ, ഇവിടെ ഇങ്ങനെ. അതുപോലെ കേന്ദ്രാവിഷ്കൃത പദ്ധതിയുടെ വിഹിതവുമായി ബന്ധപ്പെട്ടുകൊണ്ടെല്ലാം യഥാർത്ഥ വസ്തുതകൾ നിരത്തിക്കൊണ്ടുള്ള ചോദ്യം ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. ഇതിന് കേന്ദ്ര ഗവൺമെന്റ് മറുപടി പറഞ്ഞേ പറ്റൂ. ഒറ്റ കാര്യം കൂടി ശ്രീ അരുൺകുമാർ, അതായത് ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ സമൂഹ മാധ്യമങ്ങളിൽ ആ ചോദ്യങ്ങൾ ഇങ്ങനെ നിറയുകയാണ്. പക്ഷേ എന്നെ അപ്പോഴും അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. പ്രതിപക്ഷത്ത് നിന്ന് UDFന്റെ ഭാഗത്ത് നിന്ന് ഒരാൾ പോലും ഈ അവഗണനയെക്കുറിച്ച് ഒരു വാക്ക് പോലും സംസാരിക്കുന്നില്ല എന്നതാണ്. പ്രധാനമന്ത്രി ഇന്ന് ഇവിടെ വന്ന് ഈ രാഷ്ട്രീയ പ്രസംഗം നടത്തുമ്പോഴും നാഴികയ്ക്ക് 40 വട്ടം മാധ്യമങ്ങളെ കാണുന്ന നമ്മുടെ പ്രതിപക്ഷ നേതാക്കൾ അതിനെക്കുറിച്ച് ഒരു വാചകം പോലും പറയാൻ അവർക്ക് തോന്നുന്നില്ല എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ആ വിഷയത്തെ എങ്ങനെയാണ് കാണുന്നത്? വളരെ നിർഭാഗ്യകരമായിട്ടുള്ള കാര്യമാണ്. ഇപ്പൊ തൊഴിലുറപ്പ് പദ്ധതിയെ തകർക്കുന്ന നയം പാർലമെന്റിൽ നിയമം പാസാക്കി. ആ സമയത്ത് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ജർമ്മനിയിലായിരുന്നു. അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവിന്റെ അതേ പ്രാധാന്യത്തോടെ UDF കാണുന്ന പ്രിയങ്ക ഗാന്ധി പ്രധാനമന്ത്രിക്കൊപ്പം ചായ സൽക്കാരത്തിലായിരുന്നു. നമ്മളുടെ എണ്ണം കുറവാണെങ്കിലും നമ്മുടെ MP-മാർ പാർലമെന്റിൽ വളരെ അതിശക്തമായിട്ടുള്ള ഇടപെടൽ നടത്തുമ്പോൾ ഇവിടെ ശബരിമലയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പാരടി ഗാനം പാടി ആർത്തുല്ലസിച്ച് നടക്കുന്ന 18 MP-മാരെയാണ് നമ്മൾ കണ്ടത്. ഏതെങ്കിലും കേരളത്തിന്റെ വിഹിതം വെട്ടിക്കുറച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ടോ പദ്ധതി വിഹിതത്തിലുള്ള കുറവുമായി ബന്ധപ്പെട്ടുകൊണ്ടോ ഒരൊറ്റ സമരം പോലും ഇന്ത്യയുടെ പാർലമെന്റിനകത്തോ പുറത്തോ UDFന്റെ MP-മാർ നടത്തിയിട്ടില്ല. അവർ ആകെ നടത്തിയ സമരം കേരളത്തിന് വേണ്ട, വികസന പ്രവർത്തനം വേണ്ട എന്ന രൂപത്തിൽ നടത്തിയ സമരം മാത്രമാണ് നമ്മുടെ മുന്നിലുള്ളത്. വാളയാർ ചെക്ക് പോസ്റ്റിന്റെ അപ്പുറത്തേക്ക് കടന്നു കഴിഞ്ഞാൽ നമുക്കറിയാം കേന്ദ്രത്തിന്റെ പല നയത്തിലും മറ്റു പല സംസ്ഥാനങ്ങളിൽ അവർ പ്രതിഷേധം സംഘടിപ്പിച്ചിട്ടുണ്ടാകാം. പക്ഷെ കേരളത്തിന്റെ കാര്യത്തിൽ ഒരു തരത്തിലുള്ള കൂട്ടായിട്ടുള്ള പ്രവർത്തനം സംഘടിപ്പിച്ചിട്ടില്ല. എങ്ങനെയെങ്കിലും ഈ കേരളത്തെ തകർത്ത് തരിപ്പണമാക്കുക, അത് മോഡി സർക്കാർ ഉദ്ദേശിക്കുന്നതിന് പൂർണ്ണ പിന്തുണ കൊടുത്തുകൊണ്ട് തന്നെ UDF പോകുന്നതാണ് നമ്മൾ കണ്ടത്. പക്ഷെ ഇതെല്ലാം ജനങ്ങൾ കൃത്യമായിട്ട് നോക്കി കാണുന്നുണ്ട്. കാരണം മറ്റു സംസ്ഥാനങ്ങളിൽ നടക്കുന്ന യോജിച്ചുള്ള പ്രക്ഷോഭങ്ങളും സുപ്രീം കോടതിയിൽ നടക്കുന്ന നിയമ പോരാട്ടമൊക്കെ ഉണ്ട്. നമ്മൾ ഡൽഹിയിൽ പോയി അതിശക്തമായിട്ടുള്ള സമരം നടത്തിയപ്പോൾ കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകത്തിൽ നിന്നുള്ള മന്ത്രിമാരടക്കം വന്ന് അവിടെ അഭിവാദ്യം ചെയ്തു. മറ്റു മുഖ്യമന്ത്രിമാർ വന്ന് ആ സമരത്തിന് പിന്തുണ കൊടുത്തു. ആ സമയത്തും കേരളത്തിലെ കോൺഗ്രസ് എടുത്ത നിലപാട് നമുക്ക് വ്യക്തമാണ്. സുപ്രീം കോടതിയിൽ പോയി നിയമ പോരാട്ടം നടത്തുമ്പോഴും കേരളത്തിന് അർഹതപ്പെട്ട വിഹിതം വെട്ടിക്കുറച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ ഉന്നയിക്കുന്ന വിഷയത്തിൽ മെറിറ്റുണ്ട്, അതുകൊണ്ട് ഭരണഘടനാ ബെഞ്ച് പരിശോധിക്കട്ടെ എന്ന സുപ്രീം കോടതി പറഞ്ഞേ. അപ്പൊ സുപ്രീം കോടതി വരെ അംഗീകരിച്ചിട്ടും ഒരൊറ്റ പ്രസ്താവന പോലും ഇറക്കാൻ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവോ മറ്റ് MP-മാരോ തയ്യാറായിട്ടില്ല എന്നുള്ളത് വളരെ ദയനീയമാണ്, വളരെയധികം വേദന ഉണ്ടാക്കുന്നതാണ്. പക്ഷേ കേരള ജനത വളരെ പ്രബുദ്ധരാണ്. ഇതെല്ലാം ഇവർ കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ട്. ഏതായാലും കേന്ദ്രത്തിന്റെ ഇത്രയും വലിയ അവഗണന നടക്കുമ്പോഴും സാമൂഹ്യ വികസന സൂചികയിലും സുസ്ഥിര വികസന സൂചികയിലും എല്ലാം ഒന്നാമതെത്തി ആരോഗ്യരംഗത്തെല്ലാം അമേരിക്കയെ വരെ ശിശുമരണ നിരക്കിലെല്ലാം നമ്മൾ പിന്നിലാക്കി
സമാനതകളില്ലാത്ത മുന്നേറ്റം സൃഷ്ടിക്കാൻ നമുക്ക് കഴിയുന്നുണ്ട്. ഒറ്റ നുണ കൂടി ജനങ്ങൾ ഇപ്പോൾ കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ട്. കാരണം കേരളം കടമെടുത്തിട്ടാണ് ഇതെല്ലാം നേടുന്നത്. അതുകൊണ്ട് വലിയ കടക്കണിയിലേക്ക് കേരളം പോവുകയാണ്, ശ്രീലങ്കയാകാൻ പോകുന്നു കേരളം എന്നെല്ലാം എത്ര വലിയ പ്രചരണമാണ് UDF-ഉം BJP നടത്തിയത്. അപ്പൊ കടമെടുക്കുന്ന സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ 18ാം സ്ഥാനത്താണ് നമ്മൾ. കാരണം ചെറിയ സംസ്ഥാനങ്ങളെ മാറ്റി നിർത്തുക, പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളുടെ പട്ടിക 20 എണ്ണം എടുത്താൽ അതിൽ 18ാം സ്ഥാനത്താണ്. അതായത് ഓരോ ദിവസം മുന്നോട്ട് പോകുമ്പോഴും സ്വയമായി വരുമാനം ആർജിച്ച് നികുതി പിരിവ് ഊർജിതമാക്കി അതുപോലെ തന്നെ സമ്പത്ത് വർദ്ധിപ്പിച്ച് നമ്മൾ എടുക്കുന്ന കടം നമുക്ക് കൃത്യമായി തിരിച്ചടയ്ക്കാൻ ശേഷിയുള്ള സംസ്ഥാനമായിട്ട് മാറി സാമ്പത്തിക രംഗത്ത് വലിയ കുതിച്ചു മുന്നേറ്റം നമ്മൾ ഉണ്ടാക്കി. GDP-യുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ 38% കേരളത്തിന്റെ കടം എന്നത് കുറഞ്ഞു വന്നിപ്പോൾ 33% മാറി. ആളോഹരി വരുമാനം ഇരട്ടിയായിട്ട് മാറി. നമ്മുടെ സമ്പത്ത് 2 ഇരട്ടിയായിട്ട് മാറി. കടത്തിൽ വർധനമുണ്ടായാൽ സമ്പത്ത് 2 ഇരട്ടി 3 ഇരട്ടിയായിട്ട് വർദ്ധിക്കുമ്പോൾ ഏത് കടവും നമുക്ക് തിരിച്ചടയ്ക്കാൻ കഴിയും. അങ്ങനെ വലിയ കേന്ദ്രാവഗണനയ്ക്കിടയിലും സാമ്പത്തിക മാനേജ്മെന്റിന്റെ കാര്യത്തിൽ നമ്മൾ വളരെയധികം മുന്നോട്ട് പോയി. അതുകൊണ്ട് തന്നെ ഏറ്റവും മികച്ച ബഡ്ജറ്റിലേക്ക് നമ്മൾ പോകുന്നു. ഈ അവഗണന നമ്മൾ കൃത്യമായി തന്നെ ശക്തമായി നേരിടുന്നു. അതിനെ രാഷ്ട്രീയപരമായിട്ട് നേരിടുന്നു. നമ്മൾ സ്വയം പര്യാപ്തമായിട്ട് മാറുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ അവകാശങ്ങൾ ചോദിച്ചു വാങ്ങാൻ ജനങ്ങളെ അണിനിരത്തിക്കൊണ്ടുള്ള വലിയ പ്രക്ഷോഭങ്ങൾക്ക് തുടക്കം കുറിക്കുകയും ചെയ്യുകയാണ്. ശരി, ഓക്കെ. താങ്ക് യു ശ്രീ അരുൺകുമാർ ഈ അവസരത്തിൽ പ്രതികരിച്ചതിന്.